അണ്ണാമലയുടെ രാജിക്ക് ശേഷം തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പ്രധാന വാർത്തകൾ അവിടെ ബി.ജെ.പിയിലെ അണ്ണാമലയ്ക്കൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പലരും ബി.ജെ.പി വിട്ടു പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ്. അപ്പൊ എന്താണ് അതെ. തമിഴ്നാട്ടിൽ നടക്കുന്നത്? അണ്ണാമലയോടൊപ്പം ബി.ജെ.പിയും കടപുഴകുകയാണോ? എന്താണ് അവസ്ഥ തമിഴ്നാട്ടിൽ? അല്ല, ബി.ജെ.പി കടപുഴകുകയാണെന്ന് പറയാൻ പറ്റൂല. ബി.ജെ.പിയുടെ ഒരു 60% പ്രവർത്തകരും അണ്ണാമലയോടൊപ്പം ചേരാനായിട്ട് ബി.ജെ.പി വിട്ടു പോയിട്ടുണ്ട്. ഇന്നലെ വൈസ് പ്രസിഡന്റ് കരു നാഗരാജൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ബി.ജെ.പിയുടെ കരു നാഗരാജൻ, അതുപോലെ സ്റ്റേറ്റ് സെക്രട്ടറി സുമതി വെങ്കടേഷ്, അവര് 14 മറ്റ് സംസ്ഥാന ഭാരവാഹികളോടൊപ്പം പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു, അണ്ണാമലയുടെ കൂടെ ചേർന്നു. പിന്നെ വേറൊന്നുള്ളത്, ഇപ്പൊ കഴിഞ്ഞ 30 വർഷമായിട്ട് ബി.ജെ.പിയുടെ നേതൃത്വ നിരയിലുള്ള വസന്ത് രാജൻ എന്ന് പറയുന്ന കോയമ്പത്തൂർ ഡിസ്ട്രിക്ട് പ്രസിഡന്റ്, മുൻ പ്രസിഡന്റ്, അദ്ദേഹം ഇന്ന് റിസൈൻ ചെയ്തു. പെരമ്പളൂർ ജില്ലയിലുള്ള പ്രസിഡന്റ് ഒരു വനിതയാണ്, ഹൈമവതി ശെൽവരാജ്. അവരും പാർട്ടി വിട്ടു. അവർ പറഞ്ഞത് അവരോടൊപ്പം 20ഓളം ആ ഭാരവാഹികൾ തന്നെ റിസൈൻ ചെയ്ത് അണ്ണാമലയോടൊപ്പം ജോയിൻ ചെയ്യാണ് എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇവരുമായിട്ട് സംസാരിച്ചിരുന്നു, ഈ സുമതി വെങ്കടേഷുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പൊ സുമതി പറയണത് ബി.ജെ.പിയിൽ നിന്ന് മാത്രമല്ല, മറ്റ് പാർട്ടികളിൽ നിന്ന് പലരും അണ്ണാമലയോട് കൂടി ചേരാനായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ടി.വിക്ക് വിജയ് ജോസഫിന്റെ പാർട്ടിയിൽ നിന്ന് പലരും ബി.ജെ.പിയിൽ അണ്ണാമലയുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവരാരെയും വെറുപ്പിക്കണില്ല, ആരെയും പ്രത്യേക പരിഗണന കൊടുക്കണില്ല. അണ്ണാമല പറഞ്ഞ ബി.ജെ.പിയിൽ അദ്ദേഹം വളരെയധികം ബഹുമാനിക്കുന്ന നേതാക്കളൊക്കെ ബി.ജെ.പിയിലുണ്ട്, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പൊ അദ്ദേഹത്തിനെ ഒന്നും വിഷമിപ്പിക്കുന്ന തരത്തിൽ ഒന്നും ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഇത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഈ ബി.ജെ.പിയുടെ ഗ്രൂപ്പിസമാണ് തമിഴ്നാട് ബി.ജെ.പിയുടെ ഏറ്റവും വലിയ കഷ്ടം. അണ്ണാമലയ്ക്ക് ഒരു വേണ്ടത്ര പരിഗണന അവർ കൊടുത്തില്ല. അദ്ദേഹം പറയണ ഒന്നും കേട്ടിരുന്നില്ല. അദ്ദേഹം പറയണ പോലെ ഒന്നും അല്ല അവർ ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവരുമായിട്ട് സംസാരിച്ചതിൽ നിന്നും. അദ്ദേഹത്തിന്റെ താല്പര്യം ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കുക എന്നുള്ളതാണ്. അത് സാധിക്കും എന്നുള്ളത് അവർക്ക് എത്ര പറഞ്ഞിട്ടും മനസ്സിലായില്ല. അവര് പറയുന്നത്, ഇപ്പൊ ജോസഫ് വിജയ് ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് ഇത്രയും സീറ്റ് നേടിയ സ്ഥിതിക്ക്, ഒറ്റയ്ക്ക് മത്സരിച്ച് ഇത്രയും സീറ്റ് നേടിയല്ലോ, അതുകൊണ്ട് ബി.ജെ.പി അണ്ണാമല ഒരു നേതൃത്വത്തിൽ വന്നിരുന്നെങ്കിൽ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് മത്സരിച്ച് അത്രയും സീറ്റും അവർക്ക് മേടിക്കാമായിരുന്നു. ബി.ജെ.പിക്ക് സ്വന്തം ശക്തി ബി.ജെ.പിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, എല്ലാവരും ഗ്രൂപ്പിസാണ് പ്രധാനമായിട്ടുള്ളത് ബി.ജെ.പിയുടെ ഏറ്റവും വലിയ ദൗർബല്യം. അപ്പൊ അതുകൊണ്ടാണ് ഇവരൊക്കെ പാർട്ടി വിട്ടു പോണത്. ഏതായാലും അണ്ണാമലയോടൊപ്പം ശക്തമായ ഒരു നിര ബി.ജെ.പിയിൽ നിന്ന് അണ്ണാമലയുടെ കൂടെ ചേർന്നിട്ടുണ്ട്. ഇപ്പൊ തന്നെ 1,00,000-ലധികം പേരാണ് ഇന്നലെ ഒരു ദിവസം കൊണ്ട് ബി.ജെ.പിയിൽ വിട്ട് മറ്റേ അണ്ണാമലയുടെ പാർട്ടിയിൽ ചേർന്നത്. അതെ സാർ, ഇപ്പോ ഹൈമാവതി അവരുടെ വാക്കുകൾ ഞാൻ കേൾക്കുന്ന സമയത്താണെങ്കിലും ഇവരാരും മോദിജിക്കെതിരല്ല. അവരെല്ലാവർക്കും മോദിജിയോടുള്ള ഇഷ്ടം അവരുടെ വാക്കുകളിൽ പറയുന്നുണ്ട്. ഇത് അണ്ണാമലയ്ക്കൊപ്പം നിൽക്കുക എന്നൊരു കാര്യം മാത്രമാണ് ഈ ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ബി.ജെ.പിക്ക് അത് ആഭ്യന്തര കലാപം ഭയങ്കര രൂക്ഷമാണ്. ഈ അത് അവർ പുറത്ത് പറയണില്ല. കാരണം അത് അവരുടെ രാഷ്ട്രീയ മര്യാദ കാരണം അവർ പുറത്ത് പറയണില്ല. അവർ പറഞ്ഞ അത് പാർട്ടി പ്രസിഡന്റ്, അതായത് അവരുടെ നേതാവ് പറയും. ഇപ്പൊ ഒന്നും പറയാനില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആഭ്യന്തര കലഹം രൂക്ഷമായത് കാരണം പല ഗ്രൂപ്പുകളും അണ്ണാമലയ്ക്ക് എതിരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അണ്ണാമലയ്ക്ക് അനുകൂലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ കൂടി ചേർന്നിട്ടാണ് അണ്ണാമല ബി.ജെ.പിയിൽ നിന്ന് പോട്ടെ എന്നുള്ള രീതിയിൽ ഇരുന്നത്. പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ബി.ജെ.പിക്ക് ഉണ്ടാവില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ അണ്ണാമലയെ അവർ ഒതുക്കി സൈഡിലേക്ക് മാറ്റിയവര്. അതൊക്കെ വളരെയധികം അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സ് അല്ലാത്തവര്, തമിഴ്നാട് ബി.ജെ.പി ഭരിക്കണം എന്നുള്ള ആഗ്രഹമുള്ള പലരും അത് അവരെ വിഷമിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവരാരും ബി.ജെ.പിക്ക് എതിരായിട്ടൊന്നും പറയുന്നില്ല. ഇതുവരെ അങ്ങനെ
രൂക്ഷമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അവര് പറയുന്നത് 60% എല്ലാ സംസ്ഥാന ജില്ലകളിലും BJPയുടെ പ്രവർത്തകര് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച്, പോഷക സംഘടനകളിൽ നിന്ന് രാജിവെച്ച് അണ്ണാമലയോട് കൂടി ചേരുകയാണ്. ഇപ്പൊ തന്നെ ഈ യുവമോർച്ച നേതാവുണ്ട് അഭിലാഷ് ഗോപിനാഥ്, അതുപോലെ ലീഗൽ കൺവീനർ ഉണ്ട്, പിന്നെ കെ വസന്ത്, അത് ഞാൻ പറഞ്ഞല്ലോ, വസന്ത് രാജ് എന്ന് പറഞ്ഞ ആള്. അവരൊക്കെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് തന്നെ തോന്നുന്നു ഈ അണ്ണാമലയോട് ചെയ്തത്, അണ്ണാമലയ്ക്ക് വേണ്ടത്ര അംഗീകാരം കൊടുക്കാതിരുന്നതും അദ്ദേഹത്തെ ഒതുക്കാൻ നോക്കിയതൊക്കെ തെറ്റാണെന്ന് അവർക്ക് തന്നെ തോന്നുന്നുണ്ട്. അപ്പൊ ഇത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. തീർച്ചയായും സാർ, അണ്ണാമലയുടെ ആദ്യം ഈ പൊളിറ്റിക്കൽ മൂവ്മെന്റ് അതിൽ തന്നെ ആദ്യം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസം 1 മില്യൺ അത്രയും ആളുകളാണ് അണ്ണാമലയ്ക്കൊപ്പം സപ്പോർട്ട് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഭാവിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലും ഈ അണ്ണാമലയുടെ രാജിക്ക് ശേഷം എന്താകും ഭാവി എന്നുള്ള വിഷയങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ അണ്ണാമലയോടൊപ്പം നിൽക്കാൻ BJPയിൽ അണ്ണാമലയോടൊപ്പം ഉണ്ടായിരുന്നവർ കൂടി പുറത്തേക്ക് രംഗത്തേക്ക് വരുമ്പോൾ പലയിടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പലരുടെ അഭിപ്രായങ്ങളൊക്കെ കേൾക്കുന്നത് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ അപ്പുറത്തേക്കും ശക്തമായി സാറ് സൂചിപ്പിച്ച പോലെ തന്നെ TVK പോലെ തന്നെ ഒരു പാർട്ടി രൂപീകരിച്ച് അങ്ങനെ വരാനുള്ള ഒരു സാധ്യതയും ഇതിലുണ്ടല്ലേ? അത് തൽക്കാലം ഇല്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരു മൂവ്മെന്റ് അദ്ദേഹം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് നല്ല പൗരന്മാരെ വളർത്തെടുക്കുക, യുവജനങ്ങൾക്ക് അഴിമതിയിൽ നിന്നും ഈ മറ്റേ സ്വജനപക്ഷപാതം അതിൽ നിന്നൊക്കെ മാറ്റി അവര് രാജ്യത്തിന് നേഷൻ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ ആയിരിക്കും അവരെ പ്രവർത്തനക്ഷമമാക്കാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് അദ്ദേഹം ഇന്നലെ നടത്തിയ വെബ്കാസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ അദ്ദേഹം യൂട്യൂബ് ചാനൽ വഴി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അദ്ദേഹം പക്ഷെ ആരെയും കുറ്റം പറഞ്ഞില്ല. ADMK-നെയോ DMK-നെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ആയിട്ട് സൗഹാർദ്ദമായ നയമായിരിക്കും സ്വീകരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിന്ന് ചോദിക്കുകയും ചെയ്തു ഈ ഇവരോട്, സുമതി വെങ്കടേഷിന്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, BJP ഇപ്പൊ നിങ്ങളുടെ റൈവൽ ആണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരിക്കലും അല്ല, ഒരു സൗഹൃദ രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ. റൈവൽ ആവുന്നത് തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ പ്രശ്നം വരുമ്പോഴാണല്ലോ, അത് ഫാർ അവേ. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു പ്രോഗ്രാമോടുകൂടി മുമ്പോട്ട് പോകുന്നു. ഡൈനാസ്റ്റി പൊളിറ്റിക്സ്, ഫാമിലി പൊളിറ്റിക്സ്, കാസ്റ്റ് പൊളിറ്റിക്സ്, അതിനൊക്കെ ഞങ്ങൾ എതിരാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ ആ രീതിയിൽ എടുക്കണം അത്. അപ്പോൾ ഇനിയിപ്പോൾ അണ്ണാമലയുടെ പുതിയ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? അതായിരിക്കില്ലേ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്? തമിഴ്നാട് ജനങ്ങളാണെങ്കിലും ബാക്കിയുള്ള അണ്ണാമല എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി ഒരു ചെറുപ്പക്കാരനാണ്. ആ ഒരു ചെറിയ ഏജിൽ തന്നെ അങ്ങനെ ഒരു പേര് തമിഴ്നാട്ടിലൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേര് ഉണ്ടാക്കിയെടുക്കാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. ഇപ്പൊ ഇതൊന്നുമില്ലാതെ വിജയ് ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ച് 108 സീറ്റ് മേടിച്ചിട്ടുണ്ട്. ഇതൊന്നുമില്ലാതെ അയാൾ ആയിക്കൂടി ചെയ്തെന്താ, ബസ്സിലിരുന്ന് കൈവീശി കാണിച്ചു സിനിമാ നടന്നുള്ള രീതിയിൽ. അപ്പൊ അതിലും കൂടുതൽ പബ്ലിസിറ്റി എത്രയാണെങ്കിലും അണ്ണാമലയ്ക്ക് കിട്ടും. അണ്ണാമല പ്രായം കൊണ്ട് വിജയിനെക്കായും 10-12 വയസ്സിന് താഴെയാണ്. 42 വയസ്സായിട്ടുള്ളൂ. അയാൾക്ക് 55 വയസ്സായി. ഇപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ അയാൾക്ക് വിജയ്ക്ക് അണ്ണാമലയെ തോൽപ്പിക്കാൻ പറ്റുക? അപ്പോ ജനങ്ങൾ നോക്കിയേ ഇപ്പൊ തന്നെ അവര് പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ TVK നിന്നും അണ്ണാമലയോട് കൂടി ചേരാനായിട്ട് കുറെ അധികം ആൾക്കാര് വന്നിട്ടുണ്ട്. അവരെല്ലാം അണ്ണാമലയോട് കൂടി ജോയിൻ ചെയ്തു എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം വളരെ പൂർവാധികം ശക്തിയായിട്ട് തുടങ്ങും. ഇതുവരെ BJP എന്നുള്ള ഒരു ചട്ടക്കൂടിൽ നിന്നിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. ഇപ്പൊ അദ്ദേഹം സ്വതന്ത്രനാണ്, സ്വന്തമായിട്ട് ഒരു പ്രസ്ഥാനമുണ്ട്. അപ്പൊ അവരുടെയൊക്കെ സപ്പോർട്ടോട് കൂടി അദ്ദേഹം ഒരു യാത്ര തുടങ്ങുമെന്നാണ് പറഞ്ഞത്. തമിഴ്നാട് മുഴുവൻ അദ്ദേഹം യാത്ര ചെയ്യും, ജനങ്ങളുമായിട്ട് ഇടപഴകും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല. ഇതിനു മുമ്പ് നടത്തിയ യാത്രകൾ വഴിയൊക്കെ അദ്ദേഹം ജനങ്ങളായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. തീർച്ചയായും സാർ, വളരെയധികം നന്ദി. അപ്പോൾ അണ്ണാമലയുടെ പുതിയ അപ്ഡേറ്റ്സുകളാണ് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണ്ട വാർത്തയിലെ
ഉൾവാർത്തകളെ പറ്റിയിട്ടാണ് ഇപ്പോൾ സംസാരിച്ചു തന്നിട്ടുള്ളത്. വളരെയധികം നന്ദി സർ.